ഞാൻ ഗ്രാമദീപം വായനശാലയുടെ സെക്രട്ടറിയാണ്. നിങ്ങളുടെ ഓണാഘോഷം ആഗസ്റ്റ് 25, 26, 27 എന്നീ തീയതികളിൽ നടത്തപ്പെടുകയാണ്. ആഗസ്റ്റ് 25-ാം തീയതി ഉത്രനാളിലെ സിനിമാറ്റിക് ഡാൻസ് മത്സരം ഉൾപ്പെടെ, ഒപ്പം 26-ാം തീയതി കലാകായിക മത്സരങ്ങളും 27-ാം തീയതി സാംസ്കാരിക സമ്മേളനവും വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണവും, പഴയകാല വായനശാല പ്രവർത്തകരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ സമ്മേളനത്തിന് എല്ലാത്തിനും മാറ്റുകൂട്ടുന്ന 2 നാടകങ്ങളാണ് ഈ വായനശാലയുടെ ആഘോഷ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നത്. ഒന്ന്, വളവുനാട് ബ്രഹ്മ അവതരിപ്പിക്കുന്ന പകലിൽ മറഞ്ഞിരുന്ന ഒരാൾ എന്ന ഒരു നാടകവും കൂടി ഈ ആഘോഷ പരിപാടികളിൽ മാറ്റുകൂട്ടുന്നുണ്ട്. ഈ പരിപാടികൾ ആകമാനം വിജയിപ്പിക്കുന്നതിന് ഈ പ്രദേശത്തെ എല്ലാ ആബാലവൃത്തം ആൾക്കാരും രംഗത്തുണ്ട്. ഒപ്പം 1988 രൂപീകൃതമായ ഈ ചെറിയ ഒരു കെട്ടിടത്തിൽ രൂപീകൃതമായ ഈ വായനശാല ഇത്രയും നാളും പിന്നിട്ടപ്പോൾ ഈ നിലയിലേക്ക് എത്തുവാൻ പ്രചോദനമായത് ഈ നാടിൻ്റെ ഒരു സൗഭാഗ്യമായിട്ട് കരുതുന്നു. ഒരു സാംസ്കാരിക വളർച്ചയുടെ വളരെ മൂല്യമായിട്ട് നമ്മൾ ഈ ഗ്രന്ഥശാല പ്രവർത്തനത്തിന് കാണുന്നു. ഏകദേശം ഒരു ബി ഗ്രേഡ് ഗ്രന്ഥശാലയായിട്ട് പ്രവർത്തിക്കുന്ന വായനശാല നാടിനെ എപ്പോഴും ഒരു ദീപമായിട്ട് നിലകൊള്ളുകയാണ്. ഇപ്പോഴും ഗ്രാമദീപത്തിൻ്റെ ഇത്രയും വർഷത്തെ പ്രവർത്തനങ്ങൾ എടുത്ത് പറയുമ്പോഴത്തേക്ക് ബാലകേരളി തൊട്ട് യുവാക്കളുടെ സംഘടന, സ്ത്രീകളുടെ സംഘടന, അങ്ങനെ പല സംഘടനകളും നാടിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, രക്തദാന സേന അടക്കമുള്ള കാര്യങ്ങൾ ഗ്രാമദീപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പൊതുരംഗത്ത് വേണ്ട ആവശ്യമായ കാര്യങ്ങളെല്ലാം ഗ്രാമദീപം ഇത്രയും വർഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രാമത്തിൻ്റെ സ്പന്ദനമായിട്ട് ഗ്രാമദീപം മാറി എന്നാണ് പറയാൻ കഴിയുന്നത്. എല്ലാ തരത്തിലും നമ്മുടെ ഗ്രാമത്തിലുള്ള പൊതുവായിട്ടുള്ള എല്ലാത്തിലും ഗ്രാമദീപത്തിൻ്റെ സന്നദ്ധ സുഹൃത്തുക്കൾ സജീവമായി ഇടപെടുന്നത് കൊണ്ട് തന്നെയാണ് ഒരു ഗ്രാമത്തിന് സ്പന്ദനമായി പോകാൻ കഴിയുന്നത്. എല്ലാ മേഖലകളിലും, സ്ത്രീകളുടെ കാര്യത്തിലും യുവാക്കളുടെ കാര്യത്തിലും വയോജനങ്ങളുടെ കാര്യത്തിലും എല്ലാ തരത്തിലും സംഘടന സജീവമാണ്. എടുത്തു പറയേണ്ടത് പുസ്തക കാര്യത്തിലും ഗ്രന്ഥശാല പ്രവർത്തനം സജീവമായിട്ട് പോകുന്നു പറഞ്ഞാൽ മുഴുവൻ ആൾക്കാരും, കുട്ടികളും മുതിർന്നവരും അടക്കം ഗ്രാമദീപത്തിലെത്തി പുസ്തകം ശേഖരിച്ച് വായിക്കുന്ന ഒരു ശീലം ഉള്ള ഒരു ഗ്രാമത്തിന് മുഴുവൻ പുസ്തകം പ്രദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഗ്രാമത്തിന് പറ്റുന്നു എന്നത് എടുത്തു പറയേണ്ട പ്രത്യേകത തന്നെയാണ്. നമ്മുടെ ഗ്രാമദീപം വായനശാല ഗ്രന്ഥശാലയുടെ ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ ഉത്രാടം, തിരുവോണവട്ടം എന്നീ ദിവസങ്ങളിൽ ആഘോഷമായി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൽ വിവിധ കലാപരിപാടികളും, കായിക മത്സരങ്ങൾ, ചിത്രരചന, നാടകം, തിരുവാതിര, ഡാൻസ്, അങ്ങനെ ഒത്തിരി വിവിധ കലാപരിപാടികളിലൂടെയാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ വർഷത്തെ ഓണാഘോഷവും നല്ല രീതിയിൽ നടത്തണം എന്നാണ് നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആയതിനാൽ ഈ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് ഈ ആഘോഷം വളരെ ഭംഗിയായിട്ട് വിജയിപ്പിക്കാൻ കഴിയണം. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഗ്രാമദീപത്തിൻ്റെ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും മുഖ്യമായിട്ട് നമുക്ക് പറയാനുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ ഗ്രാമദീപം ഗ്രന്ഥശാല ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെയും ഒപ്പം രക്ഷകർത്താക്കളെയും സഹായിക്കുന്ന ഒരു നിലപാടാണ് പണ്ടുകാലം മുതൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ പ്രാരംഭ കാലഘട്ടങ്ങളിൽ നോട്ട് ബുക്കുകളും പഠനോപകരണങ്ങളും നൽകി അവരെ സഹായിക്കുന്നു. ഒപ്പം SSLCയും +2വും പാസ്സായ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ ക്യാഷ് അവാർഡുകൾ നൽകി സഹായിക്കുന്നു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ഒപ്പം എല്ലാ ഇതിലും കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഓണാഘോഷ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഓണാഘോഷ പരിപാടികൾ വളരെ വിജയപ്രദമാക്കുവാനായിട്ട് ഈ നാട്ടിലെ എല്ലാവരെയും ഒപ്പം നിങ്ങളേവരെയും ഗ്രാമദീപം ഗ്രന്ഥശാലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഇത് ഗ്രാമദീപം വായനശാല. ഈ വായനശാലയുടെ വിശേഷങ്ങൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. 1988 നിർമ്മിതമായ ഈ വായനശാല ഇപ്പോൾ B ക്ലാസ് ഗ്രന്ഥശാലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൂടാതെ ഇവരുടെ ഈ കൂട്ടായ്മ ഒരു നാടിന്റെ തന്നെ ദീപമായി നിലകൊള്ളുന്നു. ഇനിയും ഈ വായനശാലയുടെ കീഴിൽ ഇവർക്ക് ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.